അരിഘട്ട് എന്നാൽ ശത്രുവിനെ നശിപ്പിക്കുന്നവൻ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്തേകാനായി എത്തുന്ന ആണവ ബാലിസ്റ്റിക് മിസൈൽ വാഹക അന്തർവാഹിനി അരിഘട്ട് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. വിശാഖപട്ടണത്ത് വെച്ച് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് INS അരിഘട്ട് ഇന്ത്യൻ നാവികസേനയ്ക്കായി കമ്മീഷൻ ചെയ്തത്. ഇന്ത്യൻ സ്ട്രാറ്റജിക് കമാൻഡിന്റെ കീഴിലാകും INS അരിഘട്ട് പ്രവർത്തിക്കുക. ഇന്ത്യയുടെ രണ്ടാം ആണവ അന്തർവാഹിനിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള 12 സാഗരിക അഥവാ K-15 ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷി ഇതിനുണ്ട്. 3500 കിലോമീറ്റർ മുതൽ 5000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള 4 K-4 ആണവ മിസൈലുകളും വഹിക്കാൻ അരിഘട്ടിന് ശേഷിയുണ്ട്. അതുപോലെ തന്നെ മുൻഗാമിയായ അരിഹന്തിനേക്കാൾ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഇതിന് സാധിക്കും. 112 മീറ്റർ ആണ് അരിഘട്ടിന്റെ നീളം. INS അരിഹന്തിന്റേത് സമാനമായി 83 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടർ തന്നെയാണ് INS അരിഘട്ടിനും കരുത്തേകുന്നത്. പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളിൽ നിന്ന് വ്യത്യസ്തമായി മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തന്നെ തുടരാൻ ഈ അരിഘട്ടിന് സഹായിക്കും. ഇന്തോ പസഫിക് മേഖലയിലെ ദീർഘദൂര പെട്രോളിങ്ങിനാണ് 6000 ടൺ ഭാരമുള്ള ഈ ആണവ അന്തർവാഹിനിയുടെ ദൗത്യം. അതുപോലെ തന്നെ ഇന്ത്യയുടെ മൂന്നാം ആണവ മിസൈൽ വാഹക അന്തർവാഹിനി INS അരിധമനും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇത് അടുത്ത വർഷം കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. S4 എന്ന് കോഡ്നാമം നൽകിയിട്ടുള്ള 4ാം ആണവ അന്തർവാഹിനി പിന്നാലെ വരുമെന്നാണ് സൂചന. നിലവിൽ INS അരിഹന്താണ് ഇന്ത്യയുടെ ഏക ആണവ അന്തർവാഹിനി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു വമ്പൻ നേട്ടമാണ് ഇന്ത്യ ഇപ്പോൾ കയ്യെത്തി പിടിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.